വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, മണിയെക്കുറിച്ച് ചാലക്കുടിയിൽ വന്ന് ഒന്നും പറയാൻ പാടില്ല. കാരണം നിങ്ങളുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ് മണി എന്ന് പറയുന്ന ആ നല്ല സുഹൃത്ത്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞാലും. പിന്നെ സിനിമയിൽ ഞാനും മണിയും ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട്. ചെയ്ത സിനിമകളെല്ലാം ഒരു ഷൂട്ടിംഗ് ആയിട്ട് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. കാരണം ഒരു പിക്നിക്കായിട്ടാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. ചിരിച്ചും കളിച്ചും തമാശകൾ പറഞ്ഞും അത്രയ്ക്ക് ത്രില്ലാണ്. നമുക്കവിടെ ഷൂട്ടിംഗ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങൾ വീട്ടിലേക്ക് പോകാനോ തോന്നാറില്ല. മണിയെ വിട്ട് പിരിയാൻ തോന്നില്ല അവിടെ നിന്ന്. എൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും ഞാൻ സെറ്റിൽ പോയി ഇരുന്നിട്ടുണ്ട്. ആ സിനിമയാണ് ബെൻ ജോൺസൺ എന്ന് പറയുന്ന മണിയും ഞാനും കൂടി അഭിനയിച്ച ഒരു സിനിമ. ഞാൻ ആദ്യം മണിയെ കാണുന്നത് ഞങ്ങൾ ചെറായിലൊരു പടം ഷൂട്ട് ചെയ്യുന്ന സമയത്താണ്. മണി അതിലൊരു ചെറിയ വേഷം അഭിനയിക്കാൻ വേണ്ടി വരുന്നത്. ഇത് ജഗതിച്ചേട്ടൻ, ഞാൻ ഒക്കെ ഉണ്ട്. ഒരു പോലീസ് ഓഫീസറായിട്ട് എന്നെയും ജഗതിച്ചേട്ടനെയും ഒരു ടേബിളിൽ പുറത്ത് കെട്ടിയിട്ടിട്ട് ചോദ്യം ചെയ്യുന്ന സീനാണ്. അപ്പം മണി മിമിക്രി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, സിനിമയിൽ അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലൈവായിട്ട് ഞങ്ങളൊപ്പം അഭിനയിക്കുകയാണ്. മണി അത് ഭയങ്കര ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. അത്ഭുതം തോന്നി. ഞാൻ ആലോചിച്ചു, മണി എന്തിയ സിനിമയിൽ വരാൻ വൈകിയോ എന്നൊരു മനസ്സിൽ തന്നെ ഞാൻ ചോദിച്ചു. അന്ന് തുടങ്ങിയ സൗഹൃദമാണ് ഞങ്ങൾ. പിന്നെ സിനിമയിൽ മാത്രമല്ല, വിദേശ യാത്രകളിലുമൊക്കെ മണിയുടെ ഒരു പവർ ഭയങ്കരമായിരുന്നു. കാരണം ഗൾഫിൽ പരിപാടിക്ക് പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം. ഫസ്റ്റ് പരിപാടി നടത്തുന്നത് ദുബൈയിലെ ഒരു പ്രത്യേക സ്ഥലത്താണ്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ കള്ള് വെക്കുന്ന സ്ഥലം. അവിടെ പരിപാടി ഗംഭീരമായാൽ പിന്നെ നമുക്ക് എല്ലാ പരിപാടിയും ഗംഭീരമായിരിക്കും. കാരണം അത്രയ്ക്ക് കുഴപ്പമുള്ളൊരു സ്ഥലമാണ്. അവിടെ പരിപാടി നടത്തപ്പോൾ സൂപ്പർ പരിപാടിയായിട്ടാണ്. ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് ബാക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് മദ്യപിച്ചിട്ടുണ്ട് 2 പേര്. മണിയെ വാതിൻ്റെ അരികൂടെ ഈ തകിട് വെച്ച് മറച്ചിരിക്കുന്ന ഗ്രീൻ റൂമാണ്. വിളിച്ചു. മണി പിന്നെ എവിടെയാണെങ്കിലും ചെല്ലും, ഒരു പേടിയില്ലാത്തതാണ്. ആ ഗേറ്റിനോട്, ആ ഡോറിൻ്റെ അവിടെ ചെന്നപ്പോൾ മണിയുടെ കയ്യെ പിടിച്ച് വലിച്ചു. മണി ഒരു തള്ളു കൊടുത്തു. പിന്നെ 3-4 പേരായിട്ട് തിരിച്ചു വന്നു. പിന്നെ അവർ ചവിട്ടാൻ നോക്കി, ഞങ്ങളൊക്കെ ഇടപെട്ടു പോയി. അത് കഴിഞ്ഞ് അവർ അവിടുന്ന് മെസ്സേജ് അടിച്ചു, ദുബൈ പരിപാടിക്ക്, അൽനാസർ പരിപാടിക്ക് എൻ്റെ പരിപാടി ഞങ്ങൾ നടത്തിച്ച് കാണിച്ചു തരടാമെന്നും പറഞ്ഞിട്ടൊരു ചലഞ്ച്. അപ്പം ഞങ്ങൾക്ക് പേടിയായി. മണി അപ്പം ജീവിതത്തിൽ വേറൊരു കാര്യം കൂടി ഞാൻ അടിവരായിട്ട് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സൗഹൃദങ്ങളുണ്ടെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിലും ചേട്ടായി എന്ന് വിളിക്കുന്ന ഒരാൾ മാത്രം ഉള്ളു, അത് മണിയാണ്. ഇന്നും ആ പല സമയത്തും നമുക്ക് ആ വിളി കളിക്കുന്ന കാതിൽ വരും. ചാലക്കുടി കുടിക്കാൻ പോകുമ്പോൾ തന്നെ കിട്ടും. അപ്പം ഞാനത് പറഞ്ഞു, അപ്പം മണി അതന്ന് കുഴപ്പമായോ അത് മിണ്ടായി ചേട്ടായേ എന്ന് പറയും എന്നോട്. പരിപാടിയുടെ അന്ന് രാവിലെയും എനിക്ക് പേടിയായിരുന്നു, ഇന്ന് അവർ വന്നാൽ എന്ത് പ്രശ്നം ഉണ്ടാക്കുമോ. പരിപാടിയുടെ അന്ന് ഞങ്ങൾ വൈകുന്നേരം സ്റ്റേജിൽ വന്നു, സെറ്റപ്പൊക്കെ ചെയ്ത് ഞങ്ങൾ പ്രോഗ്രാം തുടങ്ങി. അപ്പോൾ ഇവരെ ഞങ്ങൾ കാണാൻ പറ്റി. ഏകദേശം ഓഡിയൻസിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇവർ 5-8 പേര് ഇരിപ്പുണ്ട്. ഞാൻ മണിയോട് പറഞ്ഞു, മണി അവർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലണ്ട കേട്ടോ. പാടി മണി ആൾക്കാരുടെ ഇടയിലേക്ക് ചെല്ലുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് ഭയങ്കര എനർജിയാണ്. അതെനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പരിപാടി കൊണ്ടുവന്നത് മണി തന്നെയാണ്. ഓഡിയൻസിൻ്റെ ഇടയിൽ കയറി നിന്ന് പാടുക എന്നുള്ളത്. മണി ഈ സമയത്ത് പാട്ടും പാടി ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാ സ്റ്റേജിലും സൈഡിൽ നിന്ന് ഒറ്റ കെട്ടായി നിന്ന് കണ്ടുകൊണ്ടിരിക്കും. എന്തെങ്കിലും പ്രശ്നം എല്ലാം ഇറങ്ങി ചെല്ലണം. അങ്ങനെ ഇവർ മാത്രം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തുടങ്ങി, ആടാൻ തുടങ്ങി. ഇവരൊന്ന് കൂട്ടമാകാൻ തുടങ്ങി. പിന്നെ മണി അതിലൊരാളുടെ തോളിലിങ്ങനെ കൈയിട്ടിട്ട് അയാളെ കൊണ്ട് ഇങ്ങനെ വരികയാണ്. ബാക്കി ആരും വന്നില്ല ഇങ്ങോട്ട്.
ഈ തോളിൽ കൈയിട്ട് കഴുത്തിലിങ്ങനെ കൈയിട്ട് വിടുന്നവനെ കണ്ടാൽ ഒരു സിംഹത്തിന്റെ വായിൽപ്പെട്ട ഒരു പറവയെ പോലെയാണ് നമുക്ക് കാണാൻ പറ്റും. കാരണം മണി ഇങ്ങനെ ഞെരുക്കുകയാണ് അവന് പാട്ട് പാടിക്കൊണ്ട്. അത് ഞാൻ അവിടെ കൊണ്ടിരുത്തി മണി പാട്ടും പാടിക്കുക. പിന്നെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു സോൾജിയറാണ് ശരിക്കും മണി. എവിടെയും നമ്മുടെ ഒരു അംഗരക്ഷകനെ പോലെ ഞങ്ങളിലേക്ക് മുമ്പിൽ നിന്നിട്ടുള്ളൂ. അമേരിക്കയിലും ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ്. മണിയുണ്ടെങ്കിൽ അതിൻ്റെ പുറയിൽ നിന്നാണ് നമുക്ക്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മണി ഒരു നടൻ മാത്രമല്ല, നല്ലൊരു പാട്ടുകാരനാണ്, നല്ലൊരു മിമിക്രിക്കാരനാണ്. നന്നായി ഡാൻസ് ചെയ്യും, നന്നായിട്ട് ഫൈറ്റ് ചെയ്യും, ഇമോഷൻ ചെയ്യും. ഏത് വേഷം കൊടുത്താലും ചെറുപ്പത്തിൽ തന്നെ ഭയങ്കര ഏജായിട്ടുള്ള ക്യാരക്ടറൊക്കെ ചെയ്ത് തെളിയിച്ച ആളാണ്. അത് ഭാഗ്യവാനാണ്. പക്ഷെ ഭാഗ്യം മാത്രം പോലും അത് അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള കഴിവുണ്ടാവണം. അപ്പം മണിയെക്കുറിച്ച് നമ്മൾ പറയാൻ നേരത്ത് ആരാണ് മണി എന്ന് പറഞ്ഞാൽ ഒരു പാഠപുസ്തകമാണ് ശരിക്കും മണി. നമുക്ക് പഠിക്കാനുണ്ട് പലർക്കും മണിയെ കുറിച്ചിട്ട്. മണി ചാലക്കുടിയുടെ ആത്മാവാണ്. മണിയുടെ സ്നേഹം അറിയാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല. ഒരാൾ ഫോൺ ചെയ്താൽ പരിചയമില്ലാത്ത ആളാണെങ്കിലും ചേട്ടാ ഈ ഒരു മിനിറ്റ് ഉണ്ടാകും, അവൻ മാറി അമ്മച്ചേ ഒരു പണി, നാളെ ഞാൻ ഉണ്ടാവില്ല, ഷൂട്ടിലായിരിക്കും, മറ്റന്നാൾ ചാലക്കുടിക്ക് വായോ, രണ്ടാടെ വന്നിട്ട് ശരി അമ്മായി, ശരി പോരും. എല്ലാവരും അമ്മയായിരിക്കും. അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് പൈസ എടുത്ത് കൊടുക്കുകയാണ്. എന്താണ് അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ പൈസ എടുത്ത് ആരാണോ ഒന്നും നോക്കാറില്ല. വേദനിക്കുന്നവൻ്റെ കണ്ണീരൊപ്പാനും സഹായിക്കാനും ഇത്രയും കണ്ട ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. അതൊരു മനസ്സ്. ഇപ്പം ഞാൻ പറയുന്നത് പലരുടെ കയ്യിലും പൈസ ഉണ്ട്. പലരും പറയും പൈസ ഉണ്ടായിട്ടല്ലേ കൊടുക്കുന്നതെന്ന്. പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഒരു മനസ്സുണ്ടാവണം അത് കൊടുക്കാനുള്ള. അത് മണിക്കൊണ്ട് എന്തായാലും മണിയുടെ ഈ വേർപാടിൻ്റെ 8ാം ചരമ ദിനം ഇങ്ങനെ നമ്മൾ ഓർക്കുകയും അതിനൊത്തുകൂടുകയും ചെയ്ത, അതിനുവേണ്ടി ചുക്കാൻ പിടിച്ച ഇതിലെല്ലാവർക്കും എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇത് എല്ലാ കൊല്ലവും നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കൊല്ലവും ഒരു പടി മുന്നോട്ട് കയറി വലിയൊരു പരിപാടിയായിട്ട് തന്നെ വരണം ഉണ്ടെങ്കിൽ എത്തിയിരിക്കും. നന്ദി. ചാലക്കുടി ഹൃദയപൂർവ്വം നന്ദി.